ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ സ്കാറ്ററിംഗ് പ്രോബ്ലം ടു ലബോറട്ടറി കോർഡിനേറ്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് എന്തായിരുന്നു? സ്കാറ്ററിംഗ് ഇൻ സെൻട്രൽ ഫോഴ്സ് ഫീൽഡാണ് അല്ലേ? അതായത് സെയിം എനർജി ഉള്ള സെയിം മാസ്സുള്ള ബീം ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യണം? സെൻറ്റർ ഓഫ് ഫോഴ്സിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ്, അതായത് ആൽഫ പാർട്ടിക്കിൾസ് ഒരു ആറ്റോമിക് ന്യൂക്ലിയനെ അപ്രോച്ച് ചെയ്യുന്ന കേസാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും എന്താണ് ഈ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഈ സെൻറ്റർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തല്ല ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷനറി അല്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് ഈ ഒരു സെൻറ്റർ ഓഫ് ഫോഴ്സ് അല്ലേ, അതവിടെ മോഷൻ ഇല്ലാണ്ട് റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഫോർമുലേഷൻ അവിടെ ചെയ്തത്. നമ്മൾ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷേ പ്രാക്ടിക്കലി ശരിക്കും എന്താണ് ഈ സെൻറ്റർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തല്ല ശരിക്കും? റെസ്റ്റ് അല്ല, അത് ഇറ്റ് സെൽഫ് ഇൻ മോഷനാണ്. അപ്പോൾ അവിടെ ശരിക്കും എന്തുണ്ട്? അതൊരു വൺ ബോഡി പ്രോബ്ലം അല്ല, ശരിക്കും അവിടെ ടു ബോഡി പ്രോബ്ലമാണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ ടു ബോഡി പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ എന്തിനേയും സാധാരണ എങ്ങനെ ചെയ്യും? നമ്മൾ വൺ ബോഡി പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ് അല്ലേ M1 M2 ആണ്. അപ്പോൾ നമ്മൾ ടു ബോഡി പ്രോബ്ലത്തിന് വൺ ബോഡി പ്രോബ്ലത്തേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, റെഡ്യൂസ്ഡ് മാസ് മ്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ എന്തല്ല, അത്രയും ഈ പറഞ്ഞ മാതിരിക്ക് ഒരു സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്കാറ്ററിങ് പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള കാരണമാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആംഗിൾ ഡിസ്കസ് ചെയ്തത്, സ്കാറ്ററിങ് ആംഗിൾ അല്ലേ? സ്കാറ്ററിങ് ആംഗിൾ നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്. എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എന്താണ് ഇൻസിഡൻറ്റ് ഡയറക്ഷനും, സപ്പോസ് ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് ഡയറക്ഷൻ ആൻഡ് ദ സ്കാറ്റേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത്? സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, പക്ഷേ അതെന്തായിരുന്നു? ഇൻ ദ ലാബ് ഫ്രെയിം, ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ മെഷർ ചെയ്തത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസ് അതല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തല്ല, റെസ്റ്റിലല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലാബ് ഫ്രെയിമിലുള്ള സ്കാറ്ററിങ് ആംഗിളും അതേപോലെ തന്നെ നമ്മൾ ഈ ടു ബോഡി പ്രോബ്ലത്തിനെ വൺ ബോഡി പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്കാറ്ററിങ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ ഈ നൊട്ടേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഫോർ ദിസ് എസ്സേ എന്താണ്? ഈ സ്മോൾ തീറ്റ, അത് സ്മോൾ തീറ്റയാണ്. അപ്പോൾ സ്മോൾ തീറ്റ എന്ന് പറയുന്നത് സ്കാറ്ററിങ് ആംഗിൾ വിച്ച് ഈസ് ആക്ച്വലി മെഷേർഡ് ഇൻ ദ ലാബോറട്ടറി, അതായത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫൈനൽ ആൻഡ് ഇൻസിഡൻറ്റ് ഡയറക്ഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾ. മനസ്സിലായില്ലേ? അതേസമയം ഈ ക്യാപിറ്റൽ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് വിച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇൻസിഡൻറ്റ് ഡയറക്ഷൻസ് ഓഫ് ദ റിലേറ്റീവ് വെക്റ്റർ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റഡ് ഫ്രം equivalent one body problem. Okay, so the equivalent one body problem does not directly furnish the scattering. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തല്ല ശരിക്കും സ്റ്റേഷനറി ആയിട്ടല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അത് റീകോയിൽ ചെയ്യും അല്ലേ? ഇതാണ് ആ ഫിഗർ. The scattering of two particles as viewed in the laboratory system. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സ്മോൾ തീറ്റയും ക്യാപിറ്റൽ തീറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ സ്മോൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മെഷർ ചെയ്യുന്ന എന്താണ്? സ്കാറ്ററിങ് ആംഗിളാണ്. അതെന്താണ് ശരിക്കും ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണ്? ഒരു ഇൻസിഡൻറ്റ് പാർട്ടിക്കിളാണ് അല്ലേ? ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ ഡയറക്ഷനാണ്, അതായത് സ്കാറ്ററിങ് സംഭവിക്കുന്നതിന് മുൻപ് സെൻട്രൽ ഫോഴ്സിൻ്റെ ആ ഒരു ഫീൽഡ് എത്തുന്നതിന് മുന്നേ ഉള്ള ഡയറക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ. ഇതാണ് പാർട്ടിക്കിൾ വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? ആ ഒരു സെൻട്രൽ ഫോഴ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ അതെന്തായി? സ്കാറ്റേർഡായിട്ട് പോയി. അപ്പോൾ ഈ ഇനീഷ്യൽ ഡയറക്ഷനാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ. ഓക്കെ, അപ്പോൾ അത് ആ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്? ലാബ് ഫ്രെയിമിൽ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തത്? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? ആ ഒരു ഇൻസിഡൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനാണ് എന്ത് സംഭവിച്ചത്? സ്കാറ്ററിങ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറി അല്ലേ? അപ്പോൾ ആ ഒരു ഡയറക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിളാണ് ഇവിടെ സ്മോൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ തീറ്റ നോക്കൂ. നമ്മൾ എന്ത് ചെയ്തു?
ശരിക്കുള്ള ആ 2 ബോഡി പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്തു 1 ബോഡി പ്രോബ്ലമായിട്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ മെഷർ ചെയ്ത ആംഗിളാണ് എന്തിവിടെ ക്യാപിറ്റൽ തീറ്റ. കാരണം എന്താണ്, നമ്മുടെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷനറി അല്ല, അത് റീകോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീകോയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഹിറ്റ് ചെയ്ത പാർട്ടിക്കിൾ, അതായത് ഇപ്പോൾ ന്യൂക്ലിയസ് ആണെങ്കിൽ അതെന്താണ് അതൊരു വേറെ ഡയറക്ഷനിലും സ്കാറ്റർ ചെയ്യും, അതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടില്ലേ, ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്, ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ. നൗ എന്ത് ചെയ്തു, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ എന്ത് ചെയ്തു, ഈ ഒരു സെൻറ്റർ ഓഫ് മാസിൻ്റെ അടുത്തെത്തി സ്വാഭാവികമായിട്ട് ന്യൂക്ലിയസിന് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനാണ് ഈ വരച്ചിട്ടുള്ളത്, മനസ്സിലായി. ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തു, ആ സ്കാറ്റർ ചെയ്ത ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ഫൈനൽ ഡയറക്ഷൻ മനസ്സിലായോ, അതാണ് ഇത്. ഇനി അതേപോലെ തന്നെ ഈ ന്യൂക്ലിയസും എന്താണ് സ്കാറ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആക്ച്വലി ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെയും ഇനീഷ്യൽ ഡയറക്ഷനാണ്. അതേപോലെ തന്നെ ന്യൂക്ലിയസ് ആദ്യം റെസ്റ്റിലായിരുന്നു, അപ്പോൾ അതിൻ്റെയും ഇനീഷ്യൽ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ന്യൂക്ലിയസ് എന്തായി, സ്കാറ്റേർഡായി. അപ്പോൾ ആ ഒരു ഡയറക്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇത് രണ്ടിൻ്റെയും ഫൈനൽ ഡയറക്ഷൻസ് തമ്മിൽ ഒരു വെക്റ്റർ, റിലേറ്റീവ് വെക്റ്റർ വരച്ചു കണ്ടോ, ആർ. അതായത് ഇൻസിഡൻറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെയും ന്യൂക്ലിയസും എന്ത് ചെയ്തു, സ്കാറ്റേർഡായി. അപ്പോൾ ആ ഡയറക്ഷൻസ് തമ്മിൽ ആ രണ്ട് ഡയറക്ഷൻസ് തമ്മിൽ ഒരു റിലേറ്റീവ് വെക്റ്റർ വരച്ചു, ആർ, മനസ്സിലായില്ലേ. അപ്പോൾ ആ റിലേറ്റീവ് വെക്റ്ററും അതേപോലെ തന്നെ ഈ ഇൻസിഡൻറ്റ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് എന്ത്, ഈ ക്യാപിറ്റൽ തീറ്റ എന്ന് പറയുന്നത്. ഇതെന്താണ് നമ്മൾ 2 ബോഡി പ്രോബ്ലത്തിനെ 1 ബോഡി പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ആംഗിളാണ്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, സോ ടു എക്സാമൈൻ ദ റിലേഷൻ ഓർ ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്മോൾ തീറ്റ ആൻഡ് ക്യാപിറ്റൽ തീറ്റ, നമ്മൾ എങ്ങനെയുള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുന്നതെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസിന് അനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദ കോർഡിനേറ്റ് സിസ്റ്റം മൂവിങ് വിത്ത് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ബോത്ത് പാർട്ടിക്കിൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എന്തായിരിക്കും, ഇൻ സച്ച് എ സിസ്റ്റം ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഈസ് 0. ഓക്കെ, ബിക്കോസ് എന്താണ്, ഈ രണ്ട് പാർട്ടിക്കിൾസും 2 പാർട്ടിക്കിൾസ് ഓൾവേസ് മൂവ് വിത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റാ. അതിൻ്റെ ഒരു ഫിഗറുണ്ട്. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പോൾ എന്താണ് അതിൻ്റെ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇനീഷ്യലി എന്താണ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളും അതേപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസും എന്താണ് പരസ്പരം അടുത്തേക്ക് വരികയാണ് അല്ലേ, ദേ ആർ അപ്രോച്ചിങ് ടുവാർഡ്സ് ഈച്ച് അതർ. പക്ഷേ ആഫ്റ്റർ സ്കാറ്ററിങ് എന്താണ്, നേരെ ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടോ, ഇനീഷ്യൽ ഡയറക്ഷനും ഫൈനൽ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് ഇവിടെ എന്ത്, ക്യാപിറ്റൽ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഡയറക്ഷൻ ഓഫ് റിലേറ്റീവ് വെക്റ്റർ, ദാറ്റ് ഈസ് ദ തീറ്റ, must be same as the scattering angle small theta of either particle. ഇനി ഇതിൽ കുറച്ച് അഗെയിൻ കുറച്ച് സിമ്പിൾസ് ആണ് പറയുന്നത്. ഈ സ്മോൾ r1 v1, small r1 is the position after scattering in lab system, and v1 is the velocity after scattering in the lab system. Okay, and this is of the incident particle. Incident particle നെ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്കിൾ 1ൻ്റെ പൊസിഷനും വെലോസിറ്റിയാണ് r1 v1 എന്ന് പറയുന്നത്.
ഇനി അതേപോലെ തന്നെ സ്മോൾ r1 പ്രൈം v1 പ്രൈം ഉണ്ട്, വിച്ച് ഈസ് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ആഫ്റ്റർ സ്കാറ്ററിങ് ഓഫ് പാർട്ടിക്കിൾ 1 ഇൻ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം. അപ്പോൾ ഒരെണ്ണം പ്രൈം ഇട്ടിട്ടും ഒരെണ്ണം അല്ലാണ്ടെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വിയും ഉണ്ട്. ഓക്കെ, സോ വിച്ച് ഈസ് ദ പൊസിഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഇൻ ദ ലബോറട്ടറി സിസ്റ്റം വ്യൂഡ് ഫ്രം ദ ലാബ് സിസ്റ്റം. അപ്പോൾ ഇത്രയും നൊട്ടേഷൻസാണ് ഉള്ളത്. ഇനി സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിലുള്ള ആ ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് വെലോസിറ്റി, സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വെലോസിറ്റിയും അതേപോലെ തന്നെ ലാബ് സിസ്റ്റത്തിലുള്ള വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻ്റ് ആയാലും ന്യൂക്ലിയസിൻ്റെ ആയാലും സെൻറ്റർ ഓഫ് ഫോഴ്സിൻ്റെ ആയാലും ഇനീഷ്യൽ ഡയറക്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ v1 പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇറ്റ് ഈസ് ദ വെലോസിറ്റി ആഫ്റ്റർ സ്കാറ്ററിങ്, അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിങ്ങിന് ശേഷമുള്ള ആ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് കൊടുത്തിട്ടുള്ളത് v1 പ്രൈം എന്ന് പറഞ്ഞാൽ. ആൻഡ് v1 ഈസ് ദ വെലോസിറ്റി ആഫ്റ്റർ സ്കാറ്ററിങ് ഇൻ ദ ലാബ് സിസ്റ്റം. v1 പ്രൈം ഇട്ടിട്ടുള്ളത് സെൻറ്റർ ഓഫ് മാസും അല്ലാത്തത് എന്താണ് ലാബ് സിസ്റ്റത്തിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദിസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻ. ആൻഡ് സ്മോൾ തീറ്റ ഉണ്ട്, ക്യാപിറ്റൽ തീറ്റയും ഉണ്ട്. സ്മോൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബ് സിസ്റ്റത്തിൽ മെഷർ ചെയ്യുന്നത്, ക്യാപിറ്റൽ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് ചെയ്തതിന് ശേഷം മെഷർ ചെയ്യുന്ന ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ നമുക്ക് എന്താണ് നമ്മുടെ വെക്റ്റർ അഡീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതല്ലെങ്കിൽ സിമ്പിൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ എന്താണെന്നുള്ളത് കാണാം. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ചിട്ട് ലാബ് സിസ്റ്റത്തിൽ ഒന്നുകിൽ ന്യൂക്ലിയസ് ഓർ ദ ടാർജറ്റ് എന്താണ് ഇൻഫിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും വിചാരിക്കുന്നത് ഇനീഷ്യലി സ്റ്റേഷനറി ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇനീഷ്യലി ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിനെ നമ്മൾ v0 എന്ന് എടുക്കുക. ഓക്കെ, ആൻഡ് v0 ഓൾസോ ദ റിലേറ്റീവ് വെലോസിറ്റി. ദെൻ m1 v0 എന്ന് പറഞ്ഞാൽ എന്താണ് സ്കാറ്ററിങ്ങിന് മുന്നേ ഉള്ള മൊമെൻ്റ് ആണ്. ആൻഡ് m1 v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, m1 v0 ഈസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു v എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ v, ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഇൻ വ്യൂഡ് ഫ്രം ലാബ് ഫ്രെയിം ഈസ് എന്താണ് m1 ബൈ m1 പ്ലസ് m2 v0 എന്ന് എഴുതാം. അത് നമ്മൾ ആ ഫിഗറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ v ഈസ് ഈക്വൽ ടു ഇതാണെന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ അതിൽ നമ്മൾ മ്യൂനെ റെഡ്യൂസ്ഡ് മാസിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ v ഇൻ ടേംസ് ഓഫ് റെഡ്യൂസ്ഡ് മാസ് മ്യൂ ഈസ് ഈക്വൽ ടു എന്താണ് ശരിക്കും m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു m2ൻ്റെ കുറവാണുള്ളത്. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ ബൈ m2 ഇൻറ്റു v0 എന്ന് കിട്ടും. ഓക്കെ, സോ ഫ്രം ദിസ് ഫിഗർ വി ക്യാൻ റൈറ്റ് v1 സൈൻ തീറ്റ, ഇത് സ്മോൾ തീറ്റ ആണ്. v1 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു v1 പ്രൈം സൈൻ തീറ്റ. അതേപോലെ തന്നെ v1 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു v1 പ്രൈം കോസ് തീറ്റ പ്ലസ് v ആണ്. ഓക്കെ, കോസ് തീറ്റ പ്ലസ് ക്യാപിറ്റൽ v ആണ്. സോ വി ക്യാൻ റൈറ്റ് വാട്ട് ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു v1 പ്രൈം സൈൻ തീറ്റ ബൈ v1 പ്രൈം കോസ് തീറ്റ പ്ലസ് v വരും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് ഈ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു v1 പ്രൈം സൈൻ തീറ്റ ബൈ v1 പ്രൈം കോസ് തീറ്റ പ്ലസ് മ്യൂ v0 ബൈ m2. കാരണം ക്യാപിറ്റൽ വിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ v0 ബൈ
m2 v prime and put rho is equal to mu by m2 into v0 by v1 prime. അങ്ങനെയാണെങ്കിൽ tan theta is equal to sin theta by cos theta plus rho എന്ന് വരും. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് സ്മോൾ തീറ്റയും ക്യാപിറ്റൽ തീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം എന്ന് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആൾട്ടർനേറ്റീവ് മെത്തേഡ് ടു ഫൈൻഡ് സ്മോൾ തീറ്റ ആൻഡ് ക്യാപിറ്റൽ തീറ്റ. v1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v1 ഈസ് v1 പ്രൈം ഡോട്ട് ക്യാപിറ്റൽ v ആണ്. എന്നാണ് നമ്മുടെ ട്രയാങ്കിൾ ഉണ്ടല്ലോ നേരത്തെ കാണിച്ച ഫിഗറിലെ ജസ്റ്റ് കൊസൈനിലോ കൊടുത്തിരിക്കുകയാണ്. ഫിഗർ എന്ന് കിട്ടും v1 ഈസ് ഈക്വൽ ടു v1 പ്രൈം ഡോട്ട് v ആണ്. സോ വി ക്യാൻ റൈറ്റ് v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു v1 പ്രൈം ഡോട്ട് v ദ ഹോൾ സ്ക്വയർ. ജസ്റ്റ് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ആൻഡ് ഫ്രം ഇക്വേഷൻ 3 we can write cos theta is equal to v1 prime cos theta plus v by v1 and that is equal to v1 prime cos theta plus v divided by v1 ന്റെ വാല്യൂ ഇത് വരുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v സ്ക്വയർ പ്ലസ് 2 v1 പ്രൈം v cos theta ആൻഡ് ഡിവൈഡഡ് ബൈ v1 പ്രൈം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, cos theta പ്ലസ് v by v1 പ്രൈം divided by 1 plus square root of 1 plus v square by v1 square plus 2 v1 prime v divided by v1 square into cos theta എന്ന് വരും. ഓക്കെ, ആൻഡ് that is equal to cos theta plus rho. divided by square root of 1 plus 2 rho cos theta plus റോ സ്ക്വയർ. കാരണം റോനെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, റോ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ m2 v0 ബൈ v1 പ്രൈം ആണെന്നുള്ളത്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 കിട്ടി. ആൻഡ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് v1 പ്രൈം ഈസ് കണക്റ്റഡ് ടു ദ റിലേറ്റീവ് സ്പീഡ് v. ഇക്വേഷൻ നമ്പർ 6 നോക്കിയാലും 5 നോക്കിയാലും 5 അല്ല tan തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, 4 ആണ് തോന്നുന്നു. അപ്പോൾ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്മോൾ തീറ്റ ആൻഡ് ക്യാപിറ്റൽ തീറ്റ എന്താണ്, റോ വെച്ച് കണക്റ്റഡ് ആണല്ലേ. ദ റേഷ്യോ ഓഫ് സ്പീഡ്സ് അത് വെച്ചിട്ട് എന്താണ്, കണക്റ്റഡ് ആണ്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ദ സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ 1 ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം v1 prime is connected with the relative speed of v by this equation. എന്താണ്, v1 prime is equal to mu by m1 into v എന്ന് പറയുന്നൊരു റിലേഷനാണ് നമുക്കുള്ളത്. അതിൽ ഈ സ്മോൾ v എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു എന്താണ്, mu by m2 into v0 by v1 പ്രൈം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു mu by m2 v0 into m1 by mu v. So we can write rho is equal to m1 by m2 into v0 by v. വേറെ v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, റിലേറ്റീവ് സ്പീഡ് ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, സോ വെൻ ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് the total kinetic energy of the two particles remains unaltered and v must equal to v0. so that rho എന്തെന്ന് എഴുതാം നമുക്ക്, rho is equal to m1 by m2. ഏത് കേസാണ്, ഇലാസ്റ്റിക് കേസിലാണ്. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ബിഫോറും ആഫ്റ്ററും എന്തായിരിക്കണം, ഒരേപോലെ ആവണം. അപ്പോൾ വി എന്തെന്നെ ആവണം, വി ഈക്വൽ ആവണമല്ലോ. സോ നമുക്ക് റോ എന്ന് പറഞ്ഞാൽ m1 by m2 എന്ന് കിട്ടും. ഓക്കെ, സോ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജീസ് ഓർ സ്പീഡ്. ആൻഡ് ഇഫ് ദ കൊളീഷൻ ഈസ് ഇൻഇലാസ്റ്റിക് എന്താണ്, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ടു പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആൾട്ടേർഡ്, അതിന് ചേഞ്ച് ഉണ്ടാവും അല്ലേ. കുറച്ച് കൈനറ്റിക് എനർജി എന്ത് പോവും, ഒരു ഇൻറ്റേർണൽ എക്സൈറ്റേഷൻ എനർജി ആയിട്ട് ടു ദ ടാർഗറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ സെൻറ്റർ ഓഫ് mass motion must remain constant. Then by conservation of linear momentum the energy change resulting from the collision can be expressed as inelastic collision കേസാണ് പറയണത്. സോ
ആഫ്റ്റർ സ്കാറ്ററിങ് കൈനറ്റിക് എനർജി നമുക്ക് എന്ത് എഴുതാം? mv²/2 is equal to mv0² 2 plus some q. അപ്പോൾ ഇവിടെ ഇനിലാസ്റ്റിക് സ്കാറ്ററിങ്ങിന് q എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇത് കൈനറ്റിക് എനർജി ആഫ്റ്റർ സ്കാറ്ററിങ്ങും ഇത് ബിഫോറും ആണ്. സോ v² is equal to എന്തെഴുതാം? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. 1/2m ഇൻറ്റു മ്യൂ v0²/2 പ്ലസ് q ആണ്. സോ ദാറ്റ് ഈസ് v²/v0² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മ്യൂ ഇൻറ്റു μ/2 പ്ലസ് q/v0² എന്ന് എഴുതാം. ആൻഡ് മ്യൂവിൻ്റെ വാല്യൂ എന്താ? റെഡ്യൂസ്ഡ് മാസ്സാണ് m1 m2/m1 പ്ലസ് m2 എന്നുള്ളത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോമൺ ആയിട്ടുള്ള ടേംസ് എന്ത് ചെയ്യണം? നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ ഇവിടെ ഒരു ടേം വരും. ഓക്കെ, അപ്പോൾ 1 പ്ലസ് q/v0² 1/2 ഇൻറ്റു m1 m2/m1 പ്ലസ് m2. ഇവിടെ എന്താ ചെയ്യണം? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അതായത് ½ mv² എനർജി എന്നുള്ളൊരു നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ 1 പ്ലസ് എന്ത് ചെയ്തു? ഈ m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ മോളിക്ക് 1 പ്ലസ് m1 പ്ലസ് m2/m2 ഇൻറ്റു 1/2 m1 v0². ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഇൻറ്റു ഓൾറെഡി ഉണ്ടായിരുന്ന q. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? v/v0. ഇത് ആക്ച്വലി v²/v0² ആയിരുന്നല്ലോ ഇവിടെ. അപ്പോൾ അത് v/v0 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് m1 പ്ലസ് m2/m2 ഇൻറ്റു q/2 mv0² എന്ന് പറഞ്ഞാൽ e ആണ്. സോ ദാറ്റ് ഈസ് e. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 10. സിൻസ് റോ ഈസ് ഈക്വൽ ടു എന്താണ്? m1 m2 ഇൻറ്റു v0/v ആണ്. സോ റോ ഈസ് ഈക്വൽ ടു എന്തെഴുതാം നമുക്ക്? m1 m2 ഇൻറ്റു v0/v എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 10 അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ റോ ഈസ് ഈക്വൽ ടു 1/√1 പ്ലസ് m1 പ്ലസ് m2/m2 ഇൻറ്റു q/e എന്ന് വരും. ദിസ് ഈസ് ഫോർ ദ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്. ഓക്കെ, നോ ഈ സ്മോൾ തീറ്റ ക്യാപിറ്റൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾസ് വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലാബ് ഫ്രെയിമിൽ മെഷർ ചെയ്യുന്നതും സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റിൽ മെഷർ ചെയ്യുന്നതിനും അനുസരിച്ച് സ്മോൾ തീറ്റയും ക്യാപിറ്റൽ തീറ്റയും വ്യത്യാസമാണ്. അപ്പോൾ അതിന് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ സിഗ്മ ഓഫ് തീറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അല്ലെ. സിഗ്മ ഇസ് എ ഫംഗ്ഷൻ ഓഫ് സ്കാറ്ററിങ് ആംഗിൾ തീറ്റ. അപ്പോൾ ആ തീറ്റയ്ക്ക് അനുസരിച്ചിട്ടും എന്തിനും വ്യത്യാസം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാറ്ററിങ് ക്രോസ് സെക്ഷനും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു ശരിക്കും സ്കാറ്ററിങ് ഈ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ്? ഏതൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കണം? അതല്ലെങ്കിൽ വെദർ വി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സ്മോൾ തീറ്റ ഓർ ക്യാപിറ്റൽ തീറ്റ, ഒരു സോളിഡ് ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ എ പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് എന്താണ്? ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഇൻ ടു എ ഗിവൻ സോളിഡ് ആംഗിൾ d omega must be same whether we measure the event in terms of small theta or capital theta. So this can be written as 2pi I sigma of theta, that is capital theta sin theta d theta is equal to 2pi I sigma of small theta sin theta mod d theta. Okay, so we can write from that sigma prime of small theta, that is in lab coordinate. lab frame ഉള്ള ഡിഫറൻറ്റ് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതാം? സിഗ്മ ഓഫ് ക്യാപിറ്റൽ തീറ്റ സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ. ഈ സ്മോളും ക്യാപിറ്റലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എഴുതുമ്പോൾ. മോഡ് ഡി ക്യാപിറ്റൽ തീറ്റ ബൈ ഡി സ്മോൾ തീറ്റ, and that can be written as sigma of theta into d of, that is this can be written as what? d by d cos theta by d cos theta. Put it as equation number 12. And now using this equation, cos small theta is equal to cos capital theta plus rho
ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2 റോ കോസ് തീറ്റ പ്ലസ് റോ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, നമ്മുടെ ഈ ഒരു ഭാഗം ഇക്വേഷൻ നമ്പർ 12 ആ ഒരു ഡി കോസ് തീറ്റ ബൈ ഡി കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഏതാണ് സ്മോൾ തീറ്റ. എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ത് ചെയ്യണം, നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു സ്മോൾ തീറ്റയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, കോസ് തീറ്റ ഈസ് ദിസ്, ദെൻ വാട്ട് അബൌട്ട് ഇറ്റ്സ് ഡെറിവേറ്റീവ്, ഇറ്റ് ഈസ് 1 ബൈ ഒന്നുകിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു സ്മോൾ തീറ്റയാണ് എടുക്കുന്നത്. ഡിഫറൻഷ്യേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഇതിൽ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നോക്കുക, എന്നിട്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സിഗ്മ പ്രൈം ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ക്യാപിറ്റൽ തീറ്റ ഇൻറ്റു 1 പ്ലസ് 2 റോ കോസ് തീറ്റ പ്ലസ് റോ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റോ കോസ് ക്യാപിറ്റൽ തീറ്റ. അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ M1 ഈക്വൽ ടു M2 ആണ്. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു 1 ആണ്, which implies rho is equal to 1, then cos theta will become cos theta plus 1 divided by square root of 1 plus 2 cos theta plus 1. So that can be equal to cos theta is equal to 1 plus cos capital theta by square root of 2 into 1 plus cos capital theta. So that is equal to 1 plus cos theta by root 2 എന്ന് എഴുതാം. So we can write cos small theta is equal to 1 plus cos capital theta by 2, and that can be trigonometric relation ആണ്. അപ്പോൾ that is square root of cos square capital theta by 2. So നമുക്ക് എന്ത് എഴുതാം, cos theta is equal to cos capital theta by 2. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും വ്യത്യാസം, തീറ്റ സ്മോൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ ബൈ 2 ആണ്. സോ ഇതിൻ്റെ മീനിങ് എന്താ, നമ്മൾ കണ്ടീഷൻ എടുത്തത് എന്താണ്, M1 ഈക്വൽ ടു M2 എന്നാണ്. അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ടാർഗറ്റിൻ്റെയും മാസ് ഒരേപോലെയാണ് എന്നുണ്ടെങ്കിൽ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശരിക്കും, സ്കാറ്ററിങ് ആംഗിളാണല്ലേ. അതായത് ഇൻസിഡൻറ്റ് ഡയറക്ഷനും സ്കാറ്റേർഡ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിള് എന്താ, എത്രേൻ്റെ ഉള്ളിൽ അപ്പോൾ വരാം, തീറ്റ ബൈ 2 എന്നല്ലേ കണ്ടീഷൻ. അതായത് 90 ഡിഗ്രീൻ്റെ അപ്പുറം വരാൻ പറ്റില്ല, മനസ്സിലായി. അപ്പോൾ ഈ ഒരു 90 ഡിഗ്രിയാണ് എന്ത് വരുള്ളൂ, മാക്സിമം സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 90 ഡിഗ്രിയാണ്, അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ എല്ലാം ഫോർവേഡ് ഹെമിസ്ഫിയറിലായിരിക്കും സ്കാറ്ററിങ് ഫുള്ള് നടക്കുക, ഇപ്പോൾ രണ്ട് മാസുകളും ഈക്വൽ ആവുന്ന സമയത്ത്. ഓക്കെ, നൗ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഈസ് ഗിവൻ ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ തീറ്റ. എന്തായിരുന്നു, സിഗ്മ ഓഫ് തീറ്റ നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെ നമ്മൾ എടുക്കുക. സിഗ്മ പ്രൈം ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് തീറ്റ ഇൻറ്റു 1 പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് 1 ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റോ കോസ് തീറ്റയാണ് അല്ലേ. ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ ഓഫ് തീറ്റ ഇൻറ്റു 2 പ്ലസ് 2 കോസ് തീറ്റ റേസ് ടു ഹോൾ റേസ് ടു 3/2 ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. സിഗ്മ ഓഫ് തീറ്റ ഇൻറ്റു 2 റേസ് ടു 3/2നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. സോ 1 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ റേസ് ടു 1/2 ആണ് പിന്നെ ഇവിടെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്രൈം ഓഫ് സ്മോൾ തീറ്റ ഈസ് ഈക്വൽ ടു 4 കോസ് തീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ക്യാപിറ്റൽ തീറ്റ എന്ന് വരും. where small theta is less than or equal to pi/2 and rho is equal to 1 are the conditions. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താണ് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ സിഗ്മ ഓഫ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാപിറ്റൽ തീറ്റ, എന്നാലും എന്താണത് ക്രോസ് സെക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കൊസൈൻ ഓഫ് സ്മോൾ തീറ്റ, കൊസൈൻ ആംഗിളിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ദ സ്കാറ്ററിങ് മാസ് M2 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ M1, അത് ടാർജറ്റിൻ്റെ മാസ്സാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്ത് വരും, സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആവും. ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു M1/M2 എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി എന്താവും, 0 ആവും. ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു 0.
then sigma prime of theta approximately equal to sigma of capital theta. ഇനി നമ്മൾ എടുക്കുന്ന കൊളീഷൻ, എ കൊളീഷൻ വിത്ത് ഇനീഷ്യലി സ്റ്റേഷനറി ടാർജറ്റ് ഇനീഷ്യലി സ്റ്റേഷനറി ആണെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ ഒരു കാര്യം എന്താണ്, കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ടാർജറ്റിലേക്ക്. അപ്പോൾ അങ്ങനെ ടാർജറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ സ്കാറ്റർ ചെയ്ത പാർട്ടിക്കിളിന്, ഐ മീൻ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിന് എന്താണ്, ഇറ്റ് സ്ലോസ് ഡൗൺ. ഈ ഒരു കൊളീഷൻ കാരണം എന്തുണ്ടാവും, അത് സ്ലോ ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു സ്ലോയിങ് ഡൗൺ, അത് ഡിഗ്രി ഓഫ് സ്ലോയിങ് ഡൗൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഒബ്റ്റെയിൻ ചെയ്യാം ഫ്രം ദീസ് ടു റിലേഷൻസ്. capital V is equal to mu by m2 into v0 and v1 prime is equal to mu by m2 into v0 by rho. And where v0 is the incident particle velocity and v1 prime is the scattering after scattering ചെയ്തതിന് ശേഷമുള്ള വെലോസിറ്റി ആണ്. ആൻഡ് where v1 square is equal to v1 prime square plus v square plus 2 v1 prime v cos theta, and that is equal to, അതിനെ നമുക്ക് അതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് v1 square by v0 square is equal to mu by m2 rho square plus mu by m2 the whole square plus 2 into mu by m2 the whole square into 1 by rho into cos theta, that is equal to mu by m2 the whole square പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 by rho square plus 1 plus 2 by rho cos theta ആണ് വരിക. സോ ജസ്റ്റ് ഒന്ന് അതിനെ നിങ്ങൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്. v1 square by v0 square is equal to mu by m2 rho the whole square into 1 plus 2 rho cos theta plus rho square എന്ന് വരും. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ ആണ് എന്നുണ്ടെങ്കിൽ റോ ഈസ് ഈക്വൽ ടു എന്താണ്, m1 by m2 ആണ്. ദെൻ വി ക്യാൻ റൈറ്റ് v1 square by v0 square is equal to mu by m2 into m1 by m2 the whole square into 1 plus 2 rho cos theta plus rho square. So that is equal to m1 square v1 square by v0 square, and that is equal to m1 m2 by m1 plus m2 into 1 plus 2 rho cos theta plus rho square. That is equal to, just ഒന്ന് ഇവിടെയൊക്കെ ഒരു m1ൻ്റെ ടേം ഉണ്ട് കേട്ടോ, m1 ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ചെയ്യാം. m1 m2 by m1 plus m2 the whole square 1 plus 2 rho cos theta plus rho square. Then അടുത്ത സ്റ്റെപ്പിൽ 1 by 1 plus rho square into 1 plus 2 rho cos theta plus rho square. So that is equal to E1 by E0. So E1 by E0 is equal to 1 plus 2 rho cos theta plus rho square by 1 plus rho square എന്ന് വരും. ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഇൻ ദ ലാബ് ഫ്രെയിം. അതേപോലെ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എനർജി ആഫ്റ്റർ സ്കാറ്ററിങ് ആണ്. പാർട്ടിക്കിൾസിന് ഈക്വൽ മാസ്സാണെന്നുണ്ടെങ്കിൽ E1 by E0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് തീറ്റ ബൈ 2 ആണ് വരിക. കാരണം റോ എന്ന് പറയുന്ന ടേം പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ക്യാപിറ്റൽ തീറ്റ ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, കോസ് സ്ക്വയർ സ്മോൾ തീറ്റയാണ് വരിക. അപ്പോൾ മാക്സിമം സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ തീറ്റ പൈയും സ്മോൾ തീറ്റ പൈ ബൈ 2. ഇതാണ് മാക്സിമം സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും, നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവും. ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ്, ആ ലാബ് ഫ്രെയിമിൽ നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ സ്റ്റോപ്പ് ആവുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി ബൈ സ്കാറ്ററിങ്, ഇത് തന്നെയാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെയുള്ള മോഡറേറ്ററുകളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഫാസ്റ്റ് ന്യൂട്രോൺസ് ഫിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാസ്റ്റ് ന്യൂട്രോൺസ്, ദ ഫാസ്റ്റ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ മേക്ക് സക്സസീവ് ഇലാസ്റ്റിക് സ്കാറ്ററിങ് അൺടിൽ ദെയർ കൈനറ്റിക് എനർജി ഈസ് റെഡ്യൂസ്ഡ് ടു തെർമൽ എനർജി. അപ്പോൾ അവിടെ എന്താണ്, ഫിഷനാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് എലമെൻറ്റ്സ് ആണ് ഇങ്ങനെയുള്ള മോഡറേറ്റേഴ്സിൽ ഉപയോഗിക്കാൻ നല്ലത്. ഹൈഡ്രജൻ പോലെ, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ റോ ഈസ് ഈക്വൽ ടു 1 ആയിട്ടുള്ള കേസാണ്.
അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒറ്റയ്ക്കല്ല, അത് എന്തെങ്കിലും ഒരു എന്തിനെങ്കിലും ഒപ്പം മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക, സച്ച് ആസ് വാട്ടർ അതുപോലെയൊക്കെ. പിന്നെ അതർ ലൈറ്റ് എലമെൻറ്റ്സ് യൂസ്ഫുൾ ഫോർ ദെയർ മോഡറേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ഡ്യൂട്ടീരിയം ഓഫ് മാസ് 2 ആൻഡ് കാർബൺ ഓഫ് മാസ് 12. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി സ്കാറ്ററിംഗ് പ്രോബ്ലം ടു ലബോറട്ടറി കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. ഓക്കെ.